ക്രമസമാധാനം തകർന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. നീചമായ ഭരണത്തിൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. പത്തനംതിട്ട പെരുന്നാട് ബി.ജെ.പി. സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ആഭ്യന്തരം പൂർണ്ണമായും പരാജയപ്പെട്ടു. എങ്ങും രാസലഹരി സുലഭം. ലഹരി മാഫിയയുടെ പണം സംസ്ഥാന സർക്കാരിനും ലഭിക്കുന്നുണ്ട്. ലഹരി ഇടപാടുകൾ തടയാൻ സർക്കാർ ശ്രമിക്കാത്തത് ഇതുകൊണ്ടാണെന്നും കെ. സുരേന്ദ്രൻ ആരോപിച്ചു. ഈ മയക്കുമരുന്ന് മുഴുവൻ കടത്തിയിട്ട് കുട്ടികളെ മുഴുവൻ വഴിതെറ്റിച്ച് ക്യാമ്പസിലും സ്കൂളിലും ആരെയും അടുപ്പിക്കാതെ അക്രമം നടത്തി പേടിപ്പിക്കാൻ, കുട്ടികളെ വഴിതെറ്റിക്കാൻ ആരാ നടത്തുന്നത്? നാട് ഭരിക്കുന്ന പാർട്ടി. എന്നിട്ട് ഇപ്പൊ ഉടനെ പറഞ്ഞു ഞങ്ങൾ പിടിക്കാൻ പോവാ. ഇത്രയും ദിവസം എത്ര കൊലപാതകങ്ങൾ നടന്നു കേരളത്തിൽ ഈ ലഹരിയുടെ പേരിൽ. സ്വയം രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന പാർട്ടിയാണ് CPM. പെരുന്നാട് ജിതിൻ വധക്കേസ് ചൂണ്ടിക്കാട്ടി CPM-നെതിരെ രൂക്ഷ വിമർശനം. നിങ്ങളുടെ പോലീസ് അന്വേഷിച്ച് സത്യസന്ധമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായത് കൂടെ നടക്കുന്നവർ തന്നെയാണ് കൊല നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ആൾക്കാർ തന്നെ കൊല്ലുക, കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം വേറെ ആളുകളെ തലയിൽ കെട്ടിവെക്കുക, എന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നീചന്മാർ ഈ നാട്ടിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടോ? SDPI-ക്കും PFI-ക്കും സഹായം നൽകുകയാണ് CPM. SDPI CPM ബന്ധത്തിന് ഉദാഹരണമായി പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്ത് ഭരണവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും PFI തലപൊക്കിയില്ല, കേരളത്തിൽ തലപൊക്കി. എന്താ കാരണം? നിങ്ങളുടെ സഹായം. ഈ കോട്ടാങ്ങൽ ഏത് പഞ്ചായത്ത്? SDPI കോട്ടാങ്ങൽ പഞ്ചായത്തിൽ അടക്കം നിങ്ങൾ സുധാർത്ഥികളൊപ്പമല്ലേ ഭരിക്കുന്നത്? തീവ്രവാദികളോടൊപ്പം നിങ്ങൾ രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കുന്നു. ഞങ്ങളെ PFI അടിച്ചമർത്തി. പെരുന്നാട് കൊല്ലപ്പെട്ട CIT പ്രവർത്തകൻ ജിതിൻ ഷാജിയുടെ വധവുമായി ബന്ധപ്പെട്ട് CPM നടത്തിയ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ വിശദീകരണ യോഗം കൂടിയായിരുന്നു മടത്തമൊഴിയിൽ സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സ്. പരിപാടിയിൽ നിരവധി ആളുകൾ മറ്റു പാർട്ടികളിൽ നിന്നും BJP-യിലേക്ക് ചേർന്നു. കെ. സുരേന്ദ്രൻ BJP-യിലേക്ക് ചേർന്നവരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. BJP മണ്ഡലം ജില്ലാ ഭാരവാഹികളുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. ജനം, പത്തനംതിട്ട.